തറവാട്ടിലേക്കുള്ള യാത്രയിൽ കാശി വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. എത്രയും പെട്ടെന്ന് അവളിലേക്ക് എത്താനായി അവൻ്റെ ഉള്ളം തുടിച്ചുകൊണ്ടിരുന്നു. എത്ര ഓടിയിട്ടും അങ്ങേ എത്താത്തതുപോലെ. ഒരു വേള തറവാട്ടിലേക്ക് ഇത്രയും ദൂരമുണ്ടായിരുന്നോ എന്ന് വരെ അവൻ സംശയിച്ചു പോയി. ഡാ, പതിയെ പോയാൽ മതി, അവൾ അവിടെ തന്നെ കാണും. കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് സേതു പറയുന്നത് കേട്ട് കാശി അവരെ ഒന്ന് നോക്കി ചിരിച്ച് സ്പീഡ് കുറച്ചു. തറവാട്ടിന് മുന്നിൽ കാർ നിർത്തിയതും കാശിക്ക് തൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചതായി തോന്നി. അവൻ നെഞ്ചിൽ കൈവച്ച് ആ മിടിപ്പ് നിയന്ത്രിച്ചു. ഡോറ് തുറന്ന് പുറത്തിറക്കിറങ്ങിയപ്പോഴേക്കും എങ്ങോട്ട് പോവാൻ വേണ്ടി ഉമ്മറത്തേക്ക് വന്ന അബിയെ കണ്ടു. അബി കാശിയെ കണ്ട് ഞെട്ടിയിരിക്കുവാണ്. 2 ദിവസം മുൻപ് വിളിച്ചപ്പോൾ നാട്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ ഇപ്പോൾ ഇവിടെ തൻ്റെ മുന്നിൽ എളിച്ചു നിൽക്കുന്നത് കണ്ട് അവനാകെ അന്തം വിട്ടു. പിന്നെ പെട്ടെന്ന് എന്തോ മനസ്സിലായതുപോലെ അവനെ നോക്കി ആക്കി ചിരിച്ചു. അല്ല അബി, നീ ഇതെവിടെ പോകുക? അച്ഛൻ കമ്പനിയിലേക്ക് ചെല്ലാൻ വേണ്ടി വിളിച്ചിരുന്നു, ഞാൻ അങ്ങോട്ട് പോകുകയാ. ആണോ? എങ്കിൽ ഞാനും ഉണ്ട്. സതീഷിനെ കണ്ട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ വല്യച്ചാ. ആ ശരി. സേതു അകത്തേക്ക് പോയതും അബി കാശിയുടെ വയറ്റിന് കുത്തി. കുറച്ചുകൂടി കഴിഞ്ഞേ വരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് എന്ത് പറ്റി? അബിയേട്ടന് മനസ്സിലായില്ലേ? ഇങ്ങേർക്ക് പ്രേമേ അസ്ഥിക്ക് പിടിച്ചിട്ടുണ്ട്. ലച്ചു ചേച്ചിയെ കാണാൻ വേണ്ടി ഓടി വന്നതായിരുന്നു. പാവം. വീട്ടിൽ വന്നപ്പോഴല്ലേ അറിയുന്നത് ചേച്ചി ഇങ്ങോട്ട് വന്നു എന്ന്. എൻ്റെ അബിയേട്ട, 2 ദിവസം എങ്ങനെയാ വീട്ടിൽ ഇങ്ങേര് നിന്നതെന്ന് അറിയോ? നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. പൊടിപ്പിശാച്ചേ. എൻ്റെ കാശിക്കുട്ട, എന്താ ഞാനീ കേൾക്കണേ? കുട്ടി കൈവിട്ട് പോയി അല്ലേ? നിന്ന് പ്രസംഗിക്കാതെ മുന്നിൽ നിന്ന് മാറടാ. ഞാൻ അകത്തേക്ക് കയറട്ടെ? ഇല്ല, മാറില്ല. അങ്ങനെ ഇപ്പോൾ നീ ലച്ചുവിനെ കാണണ്ട. നീ മാറണ്ട, മാറ്റാൻ എനിക്കറിയാം. കാശി അബി ഒരൊറ്റ തള്ളായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതിനാൽ കൊണ്ട് അബി നേരെ ചെന്ന് വീണത് ഉമ്മറത്തിട്ടിരിക്കുന്ന ചാരു കസേരയിലായിരുന്നു. കാശി അവനെ ഒന്ന് നോക്കി അകത്തേക്ക് കയറിപ്പോയി. അബിയുടെ കസേരയിലെ കിടപ്പ് കണ്ട് വിച്ചു വാപ്പൊത്തി ചിരിച്ചു. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവൻ പോകട്ടെ, പോയതാ പോലെ തന്നെ. കുറച്ച് കഴിയുമ്പോൾ ഇങ്ങ് വന്നോളും. എന്നിട്ട് ഈ അബിയോട് കേണു ചോദിക്കും ലച്ചുവിനൊന്ന് കാണിച്ചു തരുമോ എന്ന്. അപ്പം ചേച്ചി അകത്തില്ലേ? ഇല്ല. കാശി നേരെ ചെന്നത് അടുക്കളയിലേക്കായിരുന്നു. ശ്രേയും അനഘയും ഒഴികെ ബാക്കി എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. മുത്തുസേ, കൗസല്യയും രമയെയും കാശി ചെന്ന് പുണർന്നു. മുത്തുടെ കാശിക്കുട്ട. അവൻ അവരുടെ അടുത്തിരുന്ന് കുറച്ചു നേരം സംസാരിച്ചു. അനഘയുടെ ഒരു നിഴൽ പോലും കാണാത്തതിൽ അവനാകെ നിരാശ തോന്നി. മുത്തശ്ശി, അബിയെ കണ്ടില്ലേ? ഞാനൊന്ന് അവൻ്റെ റൂമിൽ ചെന്ന് നോക്കട്ടെ. കാശി പതിയെ അവിടെ നിന്നും സ്കൂട്ടായി ഹാളിലൂടെ അനഘയുടെ റൂമിനടുത്ത് ചെന്നു. ഉള്ളിൽ നിന്നും അനക്കമൊന്നുമില്ലാത്തതിനാൽ ചാരിയിട്ട വാതിൽ പതിയെ തുറന്നു. അകത്തൊന്നും ആരെയും കണ്ടില്ല. ബാത്റൂമിൽ നിന്നും ഒരു ശബ്ദവും കേട്ടില്ല. കാശി നേരെ മുകളിലേക്ക് ചെന്ന് ശ്രേയയുടെ റൂമിലേക്ക് പോയി. അവിടെയും ഇതേ അവസ്ഥയായിരുന്നു. കാശിക്കാകെ സങ്കടമായി. കാശിയുടെ വരവും കാത്ത് ചാരു കസേരയിൽ തന്നെ താടിക്കും കൈകൊടുത്ത് ഇരിക്കുകയായിരുന്നു അബി. വാടിയ മുഖത്തോടെ കാശി വരുന്നത് കണ്ട് അബി ചിരി സഹിക്കാൻ പറ്റിയില്ല. അയ്യോ, എനിക്ക് ചിരിക്കാൻ വയ്യേ. വലിയ മാസ് കാണിച്ച് കയറി പോയതായിരുന്നല്ലോ ഹീറോ. എന്നിട്ട് എന്ത് പറ്റി? ഹീറോയിനെ കണ്ടില്ലേ? കണ്ടില്ല. എന്തോ പോയ അണ്ണനെ പോലെ ഇരിക്കുന്നേ. ശവത്തിൽ കുത്താതറ പട്ടി. കുത്തും, ഇനിയും കുത്തും. നീ എന്ത് ചെയ്യും? എൻ്റെ പൊന്നനിയ, എവിടെയാടാ അവള്? ഒന്ന് കാണാൻ ഓടി വന്നതാ. പ്ലീസ് ഒന്ന് പറഞ്ഞു താടാ. അച്ചോടാ, എൻ്റെ ചേട്ടനെ കാണണോ? വേണം. ദേ അങ്ങോട്ട് നോക്കൂ, മുറ്റത്തൊരു ലച്ചു. അബി ചൂണ്ടിക്കാട്ടിയിടത്തേക്ക് നോക്കിയ കാശി അനഘയും ശ്രേയയും നടന്നു വരുന്നത് കണ്ടു. കാശിക്കൊരു വേള തൻ്റെ ഹൃദയം നിലച്ചു പോയതുപോലെ തോന്നി. ഏറെ നാളായി താൻ കാണാൻ കൊതിച്ച മുഖം. ആ പുഞ്ചിരിയിലേക്ക് തൻ്റെ ലോകം ചുരുങ്ങിയതുപോലെ. ഹൃദയത്തിൻ്റെ താളം പോലും അവളെ കാണി ഒരു പ്രത്യേക താളത്തിൽ മിടിക്കുന്നത് പോലെ. ഏറെ നാൾ കാണാതിരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അവൾ കൂടുതൽ സുന്ദരിയായതുപോലെ. മുന്നിലേക്കായി കുറച്ചുന്തി നിൽക്കുന്ന വയറ് അവൾക്കൊരു പ്രത്യേക ഭംഗി നൽകി. അനഘയുടെ ശബ്ദം അവൻ്റെ കാതുകൾക്ക് അനുഭൂതിയായി മാറി. ഏയ് ഡോക്ടറെ, എന്താ സ്വപ്നം കാണുകയാണോ? അനഘയുടെ വിളിയാണ് അവനെ ഉണർത്തിയത്. എന്താ ഡോക്ടർ, എന്താ സ്വപ്നം കാണുകയാണോ എന്ന്? ഏയ് അല്ല, നിങ്ങൾ എവിടെ പോയി വരുവാ? ഇവൾക്ക് കുളത്തിൽ പോയി കുളിക്കണമെന്ന് പറഞ്ഞിട്ട് കൂടെ പോയതാ. അല്ല, ഡോക്ടർ എപ്പോൾ എത്തി? അനഘ ശ്രേയയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. കുറച്ചു നേരം ആയിട്ടേ ഉള്ളൂ. എന്തായി ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങൾ? കുറച്ചുകൂടി ഫോർമാലിറ്റീസ് ബാക്കിയുണ്ട്. ഡോക്ടർ ഇരിക്ക്, ഞാനിപ്പോൾ വരാം. അവനോട് പുഞ്ചിരിച്ച് അവൾ അകത്തേക്ക് പോയി.
ഹോ, ലച്ചുവിൻ്റെ മുന്നിൽ എന്താ ഡീസൻറ്റ്? അല്ലെങ്കിൽ എന്താ, ഞാൻ ഡീസൻ്റ് അല്ലേ? പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച അഭിയും സേതുവും സതീഷിനടുത്തേക്ക് പോയി. അനഘ വിച്ചുവിനും ശ്രേയയ്ക്കുമൊപ്പം കാശിയുടെയും കൂടെ ഉമ്മറത്തിരുന്ന് സംസാരിക്കുവാണ്. അതെ, ഞങ്ങൾ ലച്ചു ചേച്ചിയെ കൂടെ കൊണ്ടുപോകാൻ വന്നതാ. ഒരുന്ന് സംസാരിക്കുന്നതിനിടയിൽ വിച്ചു പറഞ്ഞു. എന്തു പറ്റി മോളെ? വിച്ചു അനഘയുടെ ചോദ്യം കേട്ട് കാശിയെ ഒന്ന് നോക്കി. അവൻ അവളെ ദയനീയ ഭാവത്തിൽ തിരിച്ചും. അമ്മയ്ക്ക് ലച്ചു ചേച്ചി ഇല്ലാഞ്ഞിട്ട് എന്തോ പോലെ എനിക്കും മിസ് ചെയ്യുന്നു. എനിക്കും അമ്മയെ കാണാൻ തോന്നുന്നു. മുത്തശ്ശിമാര് സമ്മതിക്കാഞ്ഞിട്ടാ. ചേച്ചി പോവണ്ടെന്നേ. ശ്രേയ പറഞ്ഞതും കാശി അവളെ നോക്കി കണ്ണുകൊണ്ട് വേണ്ട എന്ന് കാണിച്ചു. അല്ല, ഞാൻ നാളെ അങ്ങ് ഹോസ്റ്റലിൽ പോയാൽ ചേച്ചി ഇവിടെ ഒറ്റക്കാവില്ലേ? അതിന് മുത്തശ്ശി സമ്മതിക്കുമോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം എൻ്റെ ചേച്ചി. വിച്ചു പറഞ്ഞപ്പോൾ ആദ്യം എതിർത്തെങ്കിലും പിന്നെ മുത്തശ്ശിമാർ സമ്മതിച്ചു. സേതു തിരിച്ചു വന്ന ശേഷം അവരെല്ലാവരും കൂടെ കൈലാസത്തിലേക്ക് തിരിച്ചു പോരുന്ന സമയത്ത് കാശി FM ഓൺ ചെയ്ത് അവനേറെ ഇഷ്ടപ്പെട്ട മൂവിയിലെ സോങ് ആയിരുന്നു അത്. ഒരു വേള കാശിയുടെ കണ്ണുകൾ മിററിലൂടെ പിന്നിലിരിക്കുന്ന അനഘയിലേക്ക് പോയി. കണ്ണുകൾ അടച്ചിരിക്കുന്ന അവളിലെ ചുണ്ടിൻ്റെ കോണിൽ എവിടെയോ ഒരു പുഞ്ചിരി തത്തിക്കളിക്കുന്നത് പോലെ തോന്നി അവന്. അവൻ ആ ചുണ്ടുകളിലെ പുഞ്ചിരിയായി മാറാൻ കൊതി തോന്നി. ഡാ, വീട്ടിൽ ചെന്നിട്ട് നീ എത്രയാന്ന് വെച്ചാ വായി നോക്കിക്കോ. ഇപ്പോൾ അച്ഛൻ്റെ മോന് നേരെ നോക്കി വണ്ടി ഓടിക്ക്. ഇനിയൊരു 10-20 കൊല്ലം കൂടി ജീവിക്കാനുള്ളതാ. സേതു പതിയെ കാശിയോട് പറഞ്ഞത് കേട്ട് അവനൊന്ന് ഇളിച്ചു കാണിച്ച് മുന്നോട്ട് നോക്കിയിരുന്നു. എങ്കിലും ഇടയ്ക്കിടെ അവൻ്റെ കണ്ണുകൾ മിററിലേക്ക് പായുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴേക്കും നേരം സന്ധ്യ ആവാറായിരുന്നു. ചേച്ചി, വീടെത്തി, ഇറങ്ങിക്കോ. വിച്ചു തട്ടി വിളിച്ചപ്പോഴാണ് അനഘ എഴുന്നേറ്റത്. അവൾ പതിയെ ഡോറ് തുറന്നിറങ്ങി. ഉമ്മറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. അമ്മ ഇതെവിടെ പോയി? കാശി കോളിംഗ് ബെല്ലടിച്ച് കാത്തു നിന്നിട്ടും അകത്തു നിന്നൊരനക്കവും ഇല്ലായിരുന്നു. കാശിക്കെന്തോ പേടി പോലെ തോന്നി. അവൻ ഷൂ അഴിച്ചു വെച്ച് വാതിനടുത്തേക്ക് നീങ്ങി. അത് കുറ്റിയിട്ടിട്ടില്ലാതിനാൽ ആദ്യത്തെ തള്ളലിൽ തന്നെ തുറന്നിരുന്നു. കാശി വേഗം അമ്മയെന്ന് വിളിച്ച് അകത്തേക്ക് കയറി. ഹാളിൽ നിന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാശി നേരെ അടുക്കളയിൽ ചെന്നു. അടുക്കളയിൽ എത്തിയതും ആ കാഴ്ച കണ്ട് കാശിയിൽ ഒരു വിറയലുണ്ടാക്കി. അമ്മേ! അവനൊരു വിളിയോട് ഓടിച്ചൊന്ന് വീണു കിടക്കുന്ന ഭവാനിക്കരികിൽ മുട്ടുകുത്തിയിരുന്നു. അവരുടെ തലമടിയിൽ വെച്ചപ്പോഴേക്കും കാശിയുടെ വിളി കേട്ട് സേതുവും വിച്ചുവും പിന്നാലെ തന്നെ അനഘയും വന്നിരുന്നു. കാശി കവളിൽ തട്ടി വിളിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം. വിച്ചു, വെള്ളം! കാശി വിളിച്ച് പറഞ്ഞപ്പോഴേക്കും വിച്ചു വെള്ളമെടുത്ത് കാശിക്ക് കൊടുത്തു. അതിൽ നിന്നും കുറച്ചെടുത്ത് മുഖത്തേക്ക് കുടഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ഭവാനിയുടെ തലയുടെ അടിയിൽ വെച്ച കാശിയുടെ കയ്യിൽ എന്തോ നനവ് പോലെ തോന്നി അവൻ നോക്കി. അപ്പോഴാണ് അവൻ്റെ കയ്യിൽ പുരണ്ട് രക്തം കണ്ടതും. കാശി അവരെ കൈകളിൽ കോരിയെടുത്ത് പുറത്തേക്ക് പാഞ്ഞു. ബാക്കിൽ കയറിയ സേതുവിൻ്റെ മടിയിലേക്ക് ഭവാനിയെ വെച്ചുകൊടുത്ത് പിന്നാലെ വിച്ചുവും കയറി. അനഘ മുന്നിലും കയറി പെട്ടെന്ന് തന്നെ കാശി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. ഹോസ്പിറ്റലിൽ എത്തിച്ചതും വേഗം തന്നെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റി. BP ലോയായപ്പോൾ തലചുറ്റി വീണതായിരുന്നു. ആ സമയത്ത് തല എവിടെയോ അടിച്ചതിനാൽ പൊട്ടിയതായിരുന്നു. 4 സ്റ്റിച്ചുമുണ്ട്. വലത് കൈക്ക് ചെറിയൊരു ചതവും. അത് കാരണം പ്ലാസ്റ്റർ ഇട്ടിരിക്കുവാണ്. ഗ്ലൂക്കോസ് കയറ്റി കഴിഞ്ഞിട്ട് പോവാമെന്ന് പറഞ്ഞതിനാൽ അവരവിടെ കാത്തു നിന്നു. ഭവാനി ക്ഷീണം കാരണം മയങ്ങിയിരുന്നു. അതെ, എല്ലാവരും കൂടെ ഇങ്ങനെ കൂടി നിൽക്കണ്ട, പുറത്തു പോയി ഇരുന്നോളൂ. നഴ്സ് പറഞ്ഞതനുസരിച്ച് സേതു മാത്രം അവിടെ നിന്ന് ബാക്കിയുള്ളവർ പുറത്തേക്കിറങ്ങി. അവിടെ ഇട്ട ചെയറിൽ വിച്ചുവും അനഘയും ഇരുന്നു. കുറച്ചപ്പുറത്തേക്കായി വെച്ച ചെയറിൽ കാശിയും. അനഘ സങ്കടപ്പെട്ടിരിക്കുന്ന വിച്ചുവിന് തോളിൽ ചായച്ചു കിടത്തി ആശ്വസിപ്പിക്കുമായിരുന്നു. അപ്പോഴാണ് അവൾ തലകുമ്പിട്ടിരിക്കുന്ന കാശിയെ ശ്രദ്ധിച്ചത്. അവൾ വിച്ചുവിനെ നേരെ ഇരുത്തി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പതിയെ ചെയറിൽ നിന്നും എഴുന്നേറ്റു. അവൾ പയ്യെ കാശിയുടെ നേരെ നടന്നു. അവനിരിക്കുന്ന ചെയറിന് തൊട്ടടുത്തായി ഇരുന്നു കൊണ്ട് അവൻ്റെ തോളിൽ തട്ടി. കാശി മുഖം ഉയർത്തി നോക്കിയതും തനിക്കരികിലിരിക്കുന്ന അനഘയെ കണ്ടൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവൻ്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു. അത് കാണി അനഘയ്ക്ക് വല്ലാതെയായി. ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലേ ഡോക്ടറെ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അമ്മയെ പെട്ടെന്ന് അങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ആകെ. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്മയുടെ ആ കിടപ്പ് ഇപ്പോഴും അത് കൺമുന്നിൽ നിന്ന് പോകുന്നില്ല. കാശിയുടെ സ്വരം ഇടറിയിരുന്നു. കണ്ണുകൾ നിറഞ്ഞു വന്നു. പെട്ടെന്നുണ്ടായ ഒരു ഉൾപ്രേരണയിൽ അനഘ കാശിയുടെ കൈകളിലേക്ക് തൻ്റെ വിരലുകൾ ചേർത്ത് പിടിച്ചു. കാശി ഒരു ഞെട്ടലോടെ അനഘയുടെ മുഖത്തേക്ക് നോക്കി. അവൾ അവനെ 2 കണ്ണും ചിമ്മി കാണിച്ചു. കുറച്ചു നേരം 2 പേരും സംസാരിച്ചില്ല. മനസ്സിൽ വിഷമം തോന്നുന്ന ചില സമയങ്ങളിൽ സാന്ത്വനമേകാൻ വാക്കുകൾ തന്നെ വേണമെന്നില്ല. ഒരു ചേർത്ത് പിടിക്കലോ തലോടലോ മതിയാകും.
കാശിക്കും അത് മതിയായിരുന്നു. അവൻ്റെ വിഷമങ്ങൾ പതിയെ പതിയെ തന്നിൽ നിന്നും അകലുന്നത് പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞതും വിച്ചുവും അവർക്കരികിലേക്ക് വന്ന് കാശിയുടെ തോളിലേക്ക് തലവെച്ചിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴും കാശിയുടെ കൈകൾ അനഘയുടെ വിരലുകളെ മോചിപ്പിച്ചിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞതും ക്ഷീണം കാരണമാവാം അനഘയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു വന്നു. അത് കണ്ടതും കാശി അവളെയും പതിയെ തൻ്റെ തോളിലേക്ക് ചായച്ചു. കവളിൽ കാശി തട്ടി വിളിക്കുന്നത് കേട്ടാണ് അനഘ കണ്ണുകൾ തുറന്നത്. അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. അപ്പോഴാണ് താൻ കാശിയുടെ തോളിലാണ് തലവെച്ചതെന്ന് അവൾക്ക് മനസ്സിലായത്. സോറി, ഞാൻ ക്ഷീണം കൊണ്ട് അറിയാതെ ഒന്ന് മയങ്ങിപ്പോയി. സാരമില്ലടോ, ദേ ഇവിടെ ഒരാൾ ഇതുവരെ എണീറ്റില്ല, കാശി വിച്ചുവിനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു. അനഘ ഒരു ചിരിയോടെ വിച്ചുവിനെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിച്ചു. അപ്പോഴേക്കും ട്രിപ്പ് ഏകദേശം കഴിഞ്ഞിരുന്നു. അവർ ചെല്ലുമ്പോൾ ഭവാനി ഉണർന്നിരിക്കുകയായിരുന്നു. കാശി അവർക്കരികിൽ ചെന്നിരുന്ന് പതിയെ ഇടത് കൈയിൽ പതിയെ തലോടി. അമ്മയ്ക്കൊന്നുമില്ലടാ. കാശിയുടെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് ഭവാനി പതിയെ പറഞ്ഞു. എത്ര പറയുന്നതാ നല്ലോണം ഭക്ഷണം കഴിക്കണമെന്ന്. ഞങ്ങളെ കഴിപ്പിക്കുന്ന ഉത്സാഹം സ്വന്തം കാര്യത്തിലില്ലല്ലോ. കാശി ഓരോന്ന് എണ്ണി പറഞ്ഞുകൊണ്ടിരുന്നു. ഭവാനി അത് കേട്ട് അവനെ സ്നേഹത്തോടെ നോക്കി. ചിരിച്ചെന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. അനഘ ഭവാനിക്കടുത്തായി നിന്നു. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല മോനെ, പറഞ്ഞാൽ അനുസരിക്കില്ലല്ലോ. അച്ഛനും മോനും കൂടെ ഇനി എൻ്റെ മേലേക്ക് കയറണ്ട. ഇനി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ. പിന്നെ ശ്രദ്ധിക്കും. ഇനി കുറച്ചു നാൾ ഈ കൈ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് റെസ്റ്റ്. ഞങ്ങൾ നോക്കിക്കോളാം എല്ലാം. ആ, ഞങ്ങളിൽ എൻ്റെ പുന്നാര മോള് പെടില്ല. ഏട്ടനും അച്ഛനും നോക്കിക്കോളാം. മോള് ക്ലാസ്സിൽ പോയി പഠിച്ചാൽ മതി. ഓ. ട്രിപ്പ് തീർന്നതും അവർ വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം രാത്രി കൈലാസത്തിലെ അടുക്കളയിൽ ഒരു കറുത്ത ബനിയനും കാവിമുണ്ടും തലയിൽ ഒരു തോർത്തും കെട്ടി ഭയങ്കര പാചകത്തിലാണ് കാശി. അടുത്ത് തന്നെ ഏതാണ്ട് അതേ കോലത്തിൽ തന്നെ സേതുവും സ്റ്റൗവിൽ വെച്ച പാത്രത്തിൽ ഇളക്കുന്നുണ്ട്. വിച്ചുവും അനഘയും ഭവാനിയും ഇതെല്ലാം കണ്ട് ടേബിളിനടുത്ത് താടിക്ക് കയ്യും വെച്ച് നോക്കിയിരുന്നു. അല്ലച്ച, എവിടെ ഉണ്ട് എന്നാ പറയുന്നത്? സാധാ ചോറും പപ്പടവും കാച്ചിയ ഒരു മീൻ കറിയും ഉപ്പേരിയും. അതിനെ ഈ പാട്ട് പാടുന്നേ മ്ലയച്ചം. പിന്നെ ഇതുണ്ടാക്കാൻ പെട്ട പാട് എനിക്കും അച്ഛനും മാത്രമേ അറിയൂ. ഗ്യാലറിയിൽ ഇരുന്ന് കമൻറ്റ് പറയാതെ നീ ഒന്നിതിലേതെങ്കിലും പൊന്നുമോളൊന്ന് ഉണ്ടാക്കി കാണിക്ക്. ഓ, നമ്മളില്ലേ എന്നാ ചുപ്രഹോ. കാശി ഒരു പ്ലേറ്റ് എടുത്ത് ചോറും കറികളും വിളമ്പി കുഴച്ച് ആദ്യം ഭവാനി വാരിക്കൊടുത്തു. എനിക്കില്ലേ? പിന്നെ തരാതെയോ? കാശി അടുത്ത പിടി കുഴച്ച് സേതുവിന് വായിൽ വെച്ചു കൊടുത്തു. അടുത്തത് വിച്ചുവിനും കൊടുത്തു. നേരെ കാശി അനഘയുടെ അടുത്തേക്കാണ് ചോറും കൊണ്ട് ചെന്നത്. അനഘയ്ക്ക് നേരെ നീട്ടിയപ്പോഴാണ് കാശിക്ക് അബദ്ധം മനസ്സിലായത്. അവനക്ക് കൈ പിൻവലിക്കണോ വേണ്ടയോ എന്ന അവസ്ഥയിലായി. അനഘയും ഒരു വേള ഞെട്ടിപ്പോയിരുന്നു. അവൻ്റെ അബദ്ധം പിണഞ്ഞ മുഖഭാവം കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. കാശി തൻ്റെ കൈ പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും അനഘ അവളുടെ കൈ നീട്ടി. കാശി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. അവൾ കണ്ണുകൊണ്ട് ഉരുള കൈയിലേക്ക് വെക്കാൻ പറഞ്ഞു. കാശി വെച്ചു കൊടുത്തതും അവൾ ഒരു ചിരിയോടെ അത് വായിലേക്കിട്ടു. കാശി തിരിഞ്ഞപ്പോഴാണ് സേതുവും വിച്ചുവും ഒരുമാതിരി നോട്ടം നോക്കുന്നത് കണ്ടത്. കാശി അത് കണ്ടൊരു ചമ്മിയ ചിരി ചിരിച്ച് ബാക്കിയുള്ള ചോറും കൂടെ ഭവാനിക്ക് വാരിക്കൊടുത്തു. പിറ്റേന്ന് വൈകുന്നേരം പ്രിയയും രാജീവും ഭവാനിയെ കാണാനായി വീട്ടിലേക്ക് വന്നു. അനഘയെ കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കി പ്രിയ അടുത്ത ആഴ്ച ഹോസ്പിറ്റലിലേക്ക് ചെല്ലാനായി പറഞ്ഞു. ഭവാനിയെ കണ്ട് കുറച്ചു നേരം സംസാരിച്ച് ചായ കുടിച്ചു കഴിഞ്ഞ ശേഷമാണ് അവർ പോവാനിറങ്ങിയത്. മുറ്റത്തേക്കിറങ്ങിയതും പ്രിയയും രാജീവും കാശിയെയും പിടിച്ചു വലിച്ച് കുറച്ചപ്പുറത്തെ അരമതിലിനടുത്തേക്ക് നടന്നു. പറ, ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊക്കെ പറ. എന്ത് പറയാൻ? ഒരടി വെച്ച് തന്നാലുണ്ടല്ലോ. ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവന് ലച്ചുവിനോട് എന്തോ ഉണ്ടെന്ന്. എടാ, സത്യമായിട്ടും അപ്പോൾ ഒന്നുമില്ലായിരുന്നു. ഓ, അപ്പോൾ പെട്ടെന്ന് തുടങ്ങിയതാണെന്നാണോ മക്കൾ പറയുന്നത്? എടാ, ഞാൻ പറയുന്നത് ആദ്യം നീ ഒന്ന് കേൾക്ക്. ആ, കേൾക്കാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. കാശി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അന്ന് നീ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനും ചുമ്മാ അട്രാക്ഷൻ ആണെന്നാണ് വിചാരിച്ചേ. പിന്നെ ചെയ്യാനുള്ള ജോലി മുഴുവനാക്കാതെ കൊച്ചിനെ ഇങ്ങോട്ട് പറഞ്ഞു വന്നപ്പോൾ മനസ്സിലായി നിനക്ക് പ്രേമമൂത്ത് ഭ്രാന്തായതായെന്ന്. അന്ന് ഞങ്ങളവിടെ ഇല്ലാതായി പോയി. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെന്ത് ചെയ്തേനെ? ഞാനെന്ത് ചെയ്യാൻ? അവളെ വളക്കാനുള്ള 3-4 ഐഡിയ പറഞ്ഞു കൊടുത്തേനെ. ഓ, ഇനി നിങ്ങളുടെ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് വേണം അവൾ ഇവിടുന്ന് പോവാൻ. ഒന്ന് ചുമ്മാ ഇരി മനുഷ്യ. എന്നിട്ട് കാശി, നീ ബാക്കി പറ. ബാക്കി എന്ത്? ഇപ്പൊ ലക്ഷ്മി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. തോന്നലല്ല, പറ്റില്ല. അന്ന് ആ പാർട്ടിക്ക് പോയതും ഫ്ലാറ്റിൽ കിടന്നതും ലക്ഷ്മിയെ കണ്ടതും അവളെ കൂടെ കൊണ്ടുവരാൻ തോന്നിയതും എന്തോ എല്ലാം ഒരു നിമിത്തം പോലെ തോന്നുന്നു.
എടാ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? അന്ന് നീ ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇത് ചെയ്തവർക്കെതിരെയുള്ള പ്രൂഫ് കിട്ടില്ലായിരുന്നു. പിന്നെ എന്തേ നീ അതിന് ശ്രമിച്ചില്ല? അപ്പോഴൊന്നും നീ അവളെ പ്രണയിച്ചിരുന്നില്ലേ? കാശി ഒന്ന് ചിരിച്ച് രാജീവിൻ്റെ മുഖത്തേക്ക് നോക്കി. ശരിയാ, ഞാനൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിന് കഴിഞ്ഞേനെ. പക്ഷേ നിനക്കൊരു കാര്യം അറിയോ രാജീവ്? ഞാൻ അവളെ കണ്ടപ്പോൾ ഏത് അവസ്ഥയിലാണെന്ന്. ആ പാവം ഒരുപാട് കെഞ്ചി പറഞ്ഞതാണ് അവളൊന്നും ചെയ്തില്ലെന്ന്. അത് കേൾക്കാതെ അവളെ ആ മുറിയിൽ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. ഞാൻ അവരുടെ പിന്നാലെ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവളിന്ന് വെറുമൊരു ഓർമ്മ മാത്രമായിരുന്നു. കാർത്തിക്കിനെ എല്ലാവരും കൂടെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അതിലവൻ്റെ ഒരു തെറ്റുമില്ല, സമ്മതിച്ചു. പക്ഷെ അത്രയും കാലം അവൻ്റെ കൂടെ ജീവിച്ചവളെ ഒന്ന് കേൾക്കാൻ അവന് ശ്രമിക്കാമായിരുന്നില്ലേ? അവൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടെന്നറിഞ്ഞപ്പോൾ പോലും അതിനെ പിഴച്ചതെന്ന് പറഞ്ഞ അവൻ്റെ അമ്മയുടെ വാക്ക് മാത്രം അവൻ മുഖവിലക്കെടുത്തു. ആ പാവത്തിനെ ആ രാത്രിയിൽ പുറത്താക്കി വാതിലടച്ചപ്പോൾ കാർത്തിക്കിന് ഒരിത്തിരി പോലും മനസാക്ഷിക്കുത്ത് തോന്നിയില്ലേ? അന്ന് ഒരുപാട് തവണ ഞാൻ ചിന്തിച്ചതാണ് എല്ലാ തെളിവ് സഹിതം കാർത്തിക്കിനെ കാണിച്ച് ബോധിപ്പിച്ചാലോ എന്ന്. പിന്നെ അത് ആവശ്യമില്ലെന്ന് തോന്നി. ശ്രമിച്ചിരുന്നെങ്കിൽ എന്നേക്കാൾ ഒരു പക്ഷേ വേഗത്തിൽ കാർത്തിക്കിന് തെളിവുകളൊക്കെ കിട്ടിയേനെ. ഒരിക്കൽ പോലും അതിന് ശ്രമിക്കാത്ത ഒരാളുടെ അടുത്തുനിന്ന് ലക്ഷ്മിയുടെ നിരപരാധിത്വം പോയി തെളിയിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നി. കാശി പറഞ്ഞതും ശരിയാ. സത്യാവസ്ഥ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്തവനല്ലേ അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. അവളെ ഇനി അവന് വേണ്ട. ഇനി അവൾക്ക് എൻ്റെ കാശിമോനുണ്ടല്ലോ, അല്ലേ? പോടാ, ഞാൻ അവളെ ഇഷ്ടപ്പെടുന്ന കാര്യം അവൾക്കറിയുക പോലുമില്ല. അത് ശരിയാണല്ലോ, നമുക്കറിയിക്കണ്ടേ? വേണം, ഇപ്പോഴല്ല, കുറച്ച് കഴിയട്ടെ. അതുവരെ അവൾ അറിയാതെ പ്രേമിച്ചോളാം ഞാൻ. ലക്ഷ്മി അറിയാതെ അവളെ പ്രേമിക്കുന്നതിനുമുണ്ട് ഒരു പ്രത്യേക സുഖം. നിന്നെയൊന്നും ഇങ്ങനെ കാണാമെന്ന് ജന്മത്തിൽ പോലും ഞാൻ കരുതിയിരുന്നില്ല. ലച്ചുവിനെ വല്ലാതങ്ങ് പിടിച്ചുപോയി എന്ന് തോന്നുന്നുണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? അവൻ്റെ മുഖത്ത് എഴുതി വെച്ചത് കണ്ടില്ലേ? മക്കൾ അധികം എനിക്കിട്ടുണ്ടാക്കാതെ ചെല്ല്. ഓ, എന്നാ അങ്ങനെ ആവട്ടെ. അപ്പം ശരിയെന്നാ, നീ വിളിക്ക്. പിന്നെ അടുത്ത ആഴ്ച ലച്ചുവിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് വാ. ആ ശരിയടി. പ്രിയ പറഞ്ഞ ദിവസം കാശി അനഘയെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കൺസൾട്ട് ചെയ്ത ശേഷം തിരിച്ചു വരികയായിരുന്നു. കുറച്ചു നേരം വൈകിയതിനാൽ അനഘയ്ക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു ചെറിയ ഹോട്ടൽ കണ്ടതും അനഘ നിർത്താനായി പറഞ്ഞു. എന്തു പറ്റി? കാർ നിർത്തിയതും കാശി ചോദിച്ചു. എനിക്ക് വിശക്കുന്നു. അതിനായിരുന്നു ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിച്ചത്? ഒന്ന് മെല്ലെ നിർത്താൻ പറഞ്ഞാൽ പോരെ? സോറി. കാശി കാർ ഹോട്ടലിലേക്ക് നിർത്തി. ഇറങ്ങ്. രണ്ടുപേരും ഇറങ്ങി ഉള്ളിലേക്ക് കയറി ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ചെയറുകളായിരുന്നു. എന്താ കഴിക്കാൻ വേണ്ടത്? എനിക്ക് മസാല ദോശ. അത് കേട്ടതും കാശി ഒന്ന് ചിരിച്ചു. എന്താ ചിരിക്കുന്നേ? അല്ല, ഈ ഗർഭിണിയായാലേ മസാല ദോശ കഴിക്കണമെന്ന് വല്ല നിർബന്ധവും ഉണ്ടോ? അനഘ അവനെ കൂർപ്പിച്ചു നോക്കി. അയ്യോ, ഇനി എന്നെ നോക്കി പേടിപ്പിക്കണ്ട. വെയിറ്റർ വന്നതും മസാല ദോശയും 2 ചായയും ഓർഡർ ചെയ്തു. കാശിക്കൊരു പരിപ്പ് വടയും. ഡോക്ടർക്ക് വേണ്ടേ? വേണ്ട, നീ കഴിച്ചോ. കുറച്ച് കഴിഞ്ഞതും ഓർഡർ ചെയ്ത ടേബിളിലെത്തി. അനഘ വിശപ്പും കൊതിയും കാരണം പെട്ടെന്ന് തന്നെ കഴിക്കാൻ തുടങ്ങി. അവൾ കഴിക്കുന്നത് കണ്ടതും കാശി അത് നോക്കി നിന്നു. എന്താ ഡോക്ടറെ, വേണോ? കാശി നോക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു. എനിക്ക് വേണ്ടേ. താൻ ഇത്ര കൊതിയോട് ആദ്യമായിട്ടാണല്ലോ കഴിക്കുന്നത്. എന്താണെന്നറിയില്ല, നല്ല വിശപ്പ്. സംസാരിക്കാതെ കഴിച്ചോ. അവൾ കഴിച്ചു കഴിഞ്ഞതും കാശി ബിൽ പേ ചെയ്ത് രണ്ടുപേരും വീട്ടിലേക്ക് തിരിച്ചു.